ആരാ പറയുന്നത്? ലീഗുകാരും. ലീഗിൻ്റെ മനസ്സാ പലർക്കും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വന്ന് എവിടം വരെയായി? ലീഗിനെ പേടിച്ച് ഇവിടെ ആർക്കും സഞ്ചരിക്കാനൊക്കാത്ത, മിണ്ടാനൊക്കാത്ത, പറയാനൊക്കാത്ത ഒരവസ്ഥയിലെത്തി. കുഞ്ഞാലിക്ക് കുട്ടി എനിക്ക് ഒരു പരിധിവരെ ഇഷ്ടമാണ്. ആർബലകൃഷ്ണൻ ബാലകൃഷ്ണൻ്റെ മകൻ ഇത്തരം പരമനാറ് ലോകത്തുണ്ട്. ഉമ്മൻചാണ്ടി ചതിച്ചതിന് കൂലി കിട്ടിയതല്ലേ MLA സ്ഥാനം, പിന്നെ മന്ത്രിസ്ഥാനവും. പിണറായിക്കിട്ട് പണി വയ്ക്കുകയാണ് ഇന്ന് ഈ പാർട്ടിയിലെ പഴയ ആളുടെ പണി. ഇടിയൊക്കെ അനുഭവിച്ച, ത്യാഗം അനുഷ്ഠിച്ച ആളാണ് പിണറായി വിജയൻ. ഈ ഷംസീറിനൊക്കെ ഒരു ത്യാഗം അനുഷ്ഠിച്ചിട്ടില്ല. എളുപ്പത്തിൽ ചാടിക്കയറി ഭരണത്തിൽ കയറി നടന്ന ആളുകളാണ് ഇന്ന് പിണറായി എതിർക്കുമ്പോൾ ഈ പിണറായിയുടെ തണലിൽ നിന്നുകൊണ്ട് ഇവിടെ എല്ലാം എതിർക്കുന്ന ശക്തികളെല്ലാം എന്തെല്ലാം വളർന്നു ഉയർന്നു സാമ്പത്തികമായി മറ്റെല്ലാം. ഇവരെല്ലാം കൊള്ളകായ്മയല്ലേ പിന്നീടും ഭരണം ഇല്ലാതെ പോയി എങ്കിൽ അത് എന്നെ കുറ്റം പറയുന്നത് ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പിണറായിക്കിട്ട് മാത്രം വെടിവെക്കണം ശരിയാണോ? കൂട്ടുത്തരവാദിത്വമല്ലേ? ഭരണം കിട്ടാതെ പോയെങ്കിൽ കൂട്ടുത്തരവാദിത്വം. 2 ടൈം കിട്ടിയെന്നുള്ളതിൻ്റെ ഗുണം എന്തേ പറയാത്തത്? 3 ടൈം ആർക്കിവിടെ കിട്ടിയിട്ടുണ്ട്? 2 ടൈം വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? പിണറായിക്ക് മാത്രമല്ലേ 2 കൊല്ലം ഇവിടെ ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പം സത്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ഇവരെന്നും വേട്ടയാടുകയാണ്. ഇപ്പോൾ എല്ലാവരും സ്തുതിഗീതം പാടി കിടക്കുകയാണ്. ഈ സ്തുതിഗീതം പാടി നടന്നത് പിണറായി മാത്രം ഒറ്റപ്പെട്ടിട്ട് വേട്ടയാടുമ്പോൾ ഈ സത്യം പറയാൻ ഒരാളെങ്കിലും വേണ്ടേ? ഇനി ഞാൻ പിണറായിയെ കൊണ്ട് ഒരു കാര്യം സാധിച്ചിട്ടില്ല. ഇത് എനിക്ക് സാധിക്കേണ്ട പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുമില്ല. കൂടെ ഇരുന്ന് ശശി എനിക്കിട്ട് പണിവെക്കാവുന്ന മുഴുവൻ പണിവെച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഈ നടക്കുന്ന കേസുകളുണ്ടല്ലോ. അതിൻ്റെ ആ പോലീസ് കേസ് എന്താ അന്ന് റെഫർ ചെയ്യാൻ പറ്റില്ല അതിനെപ്പറ്റി. മഹേശൻ കേസ് ശശി ജയിച്ചോ? അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പരാതി പറഞ്ഞു പിണറായി ചെന്നില്ലല്ല. SNDPO കേസ് വന്നല്ലോ. നമുക്ക് അനുകൂലമായി ഗവൺമെൻറ്റിൽ നിന്ന് സ്റ്റേറ്റ് കൊടുത്തോ? സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ലല്ലോ. അപ്പോൾ സ്റ്റേറ്റ് വിട്ട് നമ്മൾ സെൻട്രലിലേക്ക് പോയില്ലേ? ഇതെല്ലാം എന്താ കാരണം? ഒരു പരിവം ഞാൻ പറഞ്ഞു. ഗവൺമെൻറ്റിൽ നിന്ന് എന്ത് സപ്പോർട്ട് നമുക്ക് കിട്ടി? ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഒരു സപ്പോർട്ടും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ അകത്ത് നിൽക്കുന്ന കുഴുക്കുത്തുകളുണ്ട്. ഒരുപക്ഷെ പിണറായിനെ ഞാൻ നേരിട്ട് കണ്ടു പറഞ്ഞു നിങ്ങൾക്ക് പരിഹാരം ഉണ്ടായത്. ഞാൻ പറയാൻ പോയില്ല. ശശിയെക്കുറിച്ചുള്ളവർക്ക് എന്താണ് ഉള്ള അഹങ്കാരമാണ്. ഞാൻ ചെന്ന് അയാളുടെ കാലേ വീണു. ഞാൻ എൻ്റെ തത്വവേദ അന്തമെന്ന് പറഞ്ഞാലും ഇവിടെ പുറകെ ശശിയുടെ കാലേ വീണ ഗതികേടിരിക്കില്ല. ഞാൻ തെറ്റിയിട്ടില്ല. മഹേശൻ ചെയ്ത് തൂങ്ങിച്ചെത്തുന്ന ഞാനാണ് ആ കാരണക്കാരൻ. ആ കേസ് ഇത്തരം കൊല്ലമായിട്ട് എന്തുകൊണ്ട് റെഫർ ചെയ്തില്ല? പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ച് മാറ്റിയില്ല? അവിടെ എല്ലാം ചവിട്ടി പിടിച്ച് മുഴുവൻ ശശിയല്ലേ. ശശിക്ക് പിടിക്കായിട്ട് ഞാൻ പറയുമ്പോൾ ശശി എനിക്ക് എതിരായിട്ട് എനിക്ക് കത്തെഴുതി എന്നെ 2 മൂക്കിൽ ഞാൻ 2 അങ്ങോട്ടും കൊടുത്തു. ഞാനായിരിക്കുന്ന കാലത്ത് ഇയാൾ ചെയ്തതൊക്കെ എല്ലാവർക്കും അറിയാണ്. മണിച്ചനെ തെണ്ടിയാക്കിയത് ആരാണ്? മണിച്ചെണ്ടിക്ക് എന്തെല്ലാമാണ് മേടിച്ചതെന്നും അന്നിരുന്നപ്പോൾ ചെയ്ത സ്വഭാവ അശുദ്ധിയും എല്ലാവർക്കും ഇന്നലെ പോലെ അറിയാവുന്ന ഒരാളാണ്. ഇതെല്ലാം ഞാൻ തുറന്നു പറയും. മാത്രമല്ല ഞാനിവരുടെ ആരുടെ അടിമയല്ല, ഇടതുപക്ഷത്തിൻ്റെ വാലോ ചൂലോ അല്ല. ഞാൻ SNDPO പ്രവർത്തനമായിട്ട് നിൽക്കുമ്പോൾ SNDPയുടെ ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ടേ ഞാൻ പറയുള്ളൂ. ഒരു പാർട്ടിക്ക് അടിമയായി ഞാൻ പോകില്ല. അടിമയായി പോകാനാണെങ്കിൽ ആരുടെ അല്ല എന്തെല്ലാം മോഹങ്ങൾ തന്നിട്ട് ഞാനൊരു കാര്യം സ്വീകരിച്ചില്ലല്ലോ. പലരും പോയിട്ടുണ്ട്. പിണറായി എത്ര ഞാൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചോദിച്ചു നോക്കൂ. 2ഓ 3ഓ പ്രാവശ്യത്തെ കൂടി ഞാൻ കണ്ടിട്ടില്ല. പൊതുവായ കാര്യത്തിനല്ല, സ്വകാര്യമായ ഒരു കാര്യത്തിന് ഞാൻ പോയിട്ടില്ല. സ്വകാര്യ സാധ്യത്തിന് പോയില്ല. എന്നെ പ്രതിയാക്കിയ കേസ് വന്നപ്പോൾ പോലും എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടില്ല. ഇതെല്ലാം ഇരിക്കെ ആണ് ഇതുപോലുള്ള ആളുകൾ, സംസദിനെ കൂട്ടുള്ള ആളുകൾ അയാൾക്കുള്ള സീറ്റ് കിട്ടിയില്ല. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് പിണറായി കിട്ടാൻ പണി വെക്കണം. ഇപ്പോൾ ഈ 3-ാം തവണ ഭരണം കിട്ടാത്തതിൻ്റെ കാരണം അവരുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് എന്നുള്ളതിനെപ്പറ്റി അപഗ്രഹിച്ച് മനസ്സിലാക്കേണ്ടതിന് പകരം പിണറായിയുടെ ഒറ്റാളിൻ്റെ കുഴപ്പം കൊണ്ടും അത് മലപ്പുറം പ്രസംഗത്തിൽ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാഞ്ഞുകൊണ്ടും അതിനോടുള്ള എൻ്റെ ഇതൊരു ഭാഷ പറഞ്ഞില്ല, ഞാനൊന്നും പറഞ്ഞില്ല, ഊക്ക് അതാണെന്നൊരു പ്രയോഗിച്ചു. ഊക്കിൻ്റെ കുറവ് കൊണ്ടാണെന്നും ഇതുപോലുള്ള ആളുകൾ പറഞ്ഞു വരുത്തുമ്പോൾ ആരാ പറയുന്നത്? ലീഗുകാരും. ലീഗിൻ്റെ മനസ്സാ പലർക്കും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വന്നു എവിടം വരെയായി?
ലീഗിനെ പേടിച്ച് ഇവിടെ ആർക്കും സഞ്ചരിക്കാനൊക്കാത്ത, മിണ്ടാനൊക്കാത്ത, പറയാനൊക്കാത്ത ഒരവസ്ഥയിലെത്തി. എനിക്ക് ഇഷ്ടമുള്ളതാണ് കോട്ടയത്ത് നിന്ന് ജയിച്ച കോൺഗ്രസിൻ്റെ ലേഡി. അവർ ഇലക്ഷൻ മുമ്പ് തന്നെ വന്നുകൊണ്ട്, ഇലക്ഷൻ കഴിഞ്ഞ് വന്നുകൊണ്ട് എൻ്റെ കണ്ണതിൻ്റെ പേരിൽ എന്തെല്ലാം ബഹുമാനമാണ് ഉണ്ടാക്കിയത്. ഇതാണ് ലോകാധിപത്യം. മുസ്ലിംകാർ എന്തെല്ലാമാണ് ഇവിടെ പേക്കൂത്ത് കാണിച്ചത്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു, കഴിഞ്ഞ ദിവസം പോക്ര സ്വാമിയുടെ മേൽനോട്ടത്തിൽ ഒരു പ്രകടനം നടന്നു. എൻ്റെ മുമ്പിൽ നിന്ന് ആരാണ്? ലീഗുകാർ പറഞ്ഞയച്ച ആളല്ലേ. പാൻറ് വിട്ടാകുമ്പോൾ 200 ആളുണ്ടായിരുന്നു. അപ്പോൾ ആ മുസ്ലിം ലീഗിൽപ്പെട്ട, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പണം കൊടുത്ത് ആളെ ഇറക്കി നമുക്കെതിരായിട്ട് പ്രകടനം നടത്തി. തെളിവ് ഞാൻ ഫോട്ടോൻ്റെ ഇരിപ്പുണ്ട്, ആളുടെ പേരിൻ്റെ ഉണ്ട്. അയാളെ മുമ്പിൽ ഇരുന്ന് രാജിവെക്കും, പുറത്തു പോകുന്നു. ഇവൻ്റെ തന്തയാണ് എന്നെ ഇവിടെ എത്തിയത്, രാജിവെച്ച് പുറത്തു പോകാനായിട്ട്. ഇതല്ല, ഇതിനൊക്കെ വലിയ പെരുന്നാളൊന്നുണ്ട് വാപ്പ പള്ളി പോയിട്ടില്ല. ഇതൊന്നും എന്നെ എടുത്ത ചില കാര്യം. എനിക്കൊരു രാഷ്ട്രീയ മോഹമില്ല. എന്നെ നിങ്ങൾ ചില കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് നീക്ക് വേണ്ടാന്ന് ഇപ്പോൾ തോന്നുന്നു, അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് പിണറായി തള്ളണമെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സൗകര്യമില്ലെന്ന്. പിണറായി ഞാൻ തള്ളായിരുന്നു. പിണറായി എന്നാ ചെയ്ത്? എനിക്കിട്ട് എന്നാ ചെയ്ത്? ഞാൻ ഇത്ര അതിൻ്റെ വിഷമം കൊണ്ട് നിങ്ങളോടൊക്കെ പറഞ്ഞതാണ്. നല്ല ആളുകളെ നമ്മൾ കൊള്ളും. എന്നെ സ്നേഹിക്കുന്നവരെ ചോദിക്കും, രാഷ്ട്രീയമില്ല. എനിക്കിഷ്ടമാണ് മുഹമ്മദ് കോയയുടെ മകനാ ആര്, മുനീർ. കുഞ്ഞാലിയൊക്കെ കുട്ടി എനിക്കൊരു പരിധിവരെ ഇഷ്ടമാണ്. ഉമ്മൻചാണ്ടി എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെ എല്ലാ പാർട്ടിയിലും എനിക്ക് ഇഷ്ടമുള്ളവരും അനിഷ്ടമുള്ളവരും കാണും. ബാലകൃഷ്ണൻ്റെ മകൻ ഇത്തരം പരമനാറ് ലോകത്തുണ്ട്. അവന് ഈ രാജ്യം മന്ത്രിയായ നാടാണ് ഇല്ലേ? ഇത്തരവും സ്ത്രീ വിഷയത്തിലാണെങ്കിലും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും ഇത്തരം കുഴപ്പം കാണിച്ചത് ഉമ്മൻചാണ്ടി ചതിച്ചതിന് കൂലി കിട്ടിയതല്ലേ MLA സ്ഥാനം, പിന്നെ മന്ത്രിസ്ഥാനോ? സ്വഭാവശുദ്ധി ജീവിതത്തിലുണ്ടോ? ഇതും ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ കയ്യിലിരിക്കട്ടെ, നമ്മുടെ കയ്യിലിരിക്കട്ടെ. ഇതൊന്നും എന്നെപ്പറ്റി ഇവർക്ക് പറയാനൊക്കെ. ഒരു വേളി ഭരിക്കാനും പോയിട്ടില്ല, കക്കാൻ പോയിട്ടില്ല ഇവരാരെയും. ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ അടിയുറച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ എന്നെ ഒളിഞ്ഞും തെളിഞ്ഞും എതിർക്കാൻ വരുന്ന ശക്തികളുടെ പിന്നിൽ ആരെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കോളേജ് അത് മുസ്ലിം ലീഗാണ് ഭരണത്തിരിക്കുമ്പോൾ ചെയ്തത്. അത് ആർക്കാ കൊടുക്കുന്നത്? MESനല്ല കൊടുക്കുന്നത്. അവരുടെ മുസ്ലിം സമുദായത്തിലെ സമ്പന്നരായ ചില വ്യക്തികളുടെ ട്രസ്റ്റികൾക്ക് കോളേജിൽ വെച്ച് കൊടുക്കുകയാണ്. ഞങ്ങൾക്കും തരണമേ ഈ കുറവ് പരിഹരിക്കുന്ന തരണം പറയുമ്പോൾ ആ സത്യങ്ങൾ മനസ്സിലാക്കി ആ കുറവുകൾ പരിഹരിക്കാൻ തയ്യാറാകേണ്ടതിന് പകരം ഞാൻ മുസ്ലിം വിരോധിയാണ് കേരളത്തിൽ ലോകമെമ്പാടും പ്രചരിപ്പിച്ചു. ഞാൻ ലീഗിനെയാണ് നോക്കുന്നത്. ലീഗ് കാണിച്ച ആ വിവേചനം അവർ പറയട്ടെ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. അവർ വിവേചനം കാണിച്ചിട്ടില്ലെന്ന് പറയട്ടെ, ഞാൻ തെളിയിച്ചു കൊടുക്കാൻ കണക്ക് സഹിതം. പക്ഷേ അന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. പിണറായി മാത്രമാണ് പറഞ്ഞത്. വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിം ലീഗിനെയാണ്, മുസ്ലിം സമുദായത്തെ അല്ല എന്ന് പറഞ്ഞിട്ട് പോലും എന്നെ വേട്ടയാടി അവസാനം ഇവിടെ കൊണ്ടെത്തിച്ചു. ഞാൻ ഏറ്റവും വലിയ മുസ്ലിം വിരോധിയാക്കി മുദ്രകുത്തിക്കൊണ്ട് ലോകമെമ്പാടും പ്രചരണം നടത്തി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു മിസ്റ്ററെ? എനിക്കൊരു സത്യം പറയാൻ പാടില്ലാത്ത നിലയിലായി. ഇന്ന് ആ സമുദായത്തെ ഭയന്ന് കേരളത്തിൽ നടക്കണം, സഞ്ചരിക്കണം, ഭരിക്കണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇവിടെ സത്യം പറയാൻ ഒരു നിവൃത്തിയില്ല. സത്യം പറയുന്നതിനെ ഭീഷണിപ്പെടുത്തുക, ഒറ്റപ്പെടുത്തുക. ഞാൻ പറയട്ടെ, മതം പറയാൻ പാടില്ല എന്ന് പറഞ്ഞൊരാളും മതമാണ് 9.5 കൊല്ലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി ആ കുറവ് ഞങ്ങൾ കയറിയെടുക്കുമെന്ന് പറഞ്ഞ തീവ്രവാദ മതം പറഞ്ഞവർ മന്ത്രിയായില്ലേ? മതേതരത്വം പറഞ്ഞത് നമ്മളാരാണ്? തെണ്ടിയായില്ലേ? നമ്മൾ ഒരിക്കലും ഒരു മതത്തിനും എതിരായി പറയുന്ന സ്വഭാവം നമുക്കില്ല. ഒരു മതത്തെയും തള്ളിപ്പറയുന്നവരില്ല നമ്മളാരും. നമ്മളെല്ലാ മതത്തെയും സ്നേഹിക്കും. മതേതരത്വം പറയുന്നവരാണ്. മതേതരത്വം പറയുന്നത് നമ്മളെവിടെ കിടക്കുന്നു? മതം പറയുന്നവർ എവിടെ എത്തി? മതം പറയുന്നവർ ഇന്ന് വിജയിച്ചു.
ഇന്നിപ്പോൾ എന്ത് പറയുന്നു? പിണറായി ഗവൺമെന്റ് മതം പറയുന്നവർക്കെല്ലാം വാരിക്കൊടുത്തു. ഇറങ്ങാൻ നേരത്തും അവിടെ കാന്തപുരത്തിനൊരു കോളേജ് എയ്ഡൻ്റാണ് എഞ്ചിനീയറിംഗ് കോളേജ് വെച്ചു കൊടുത്തു. യുനാനി കോളേജ് മുട്ട വെച്ച് ഒപ്പിട്ട് കൊടുത്തു. ക്രിസ്ത്യാനിക്ക് എന്തായിരുന്നു കൊടുത്തത്? കോശി കമ്മീഷൻ മുട്ട വെച്ച് ഒപ്പിട്ട് കൊടുത്തു. ന്യൂനപക്ഷം ഒപ്പിട്ട് കൊടുത്തത് എന്താണ്? പള്ളിയിൽ അച്ഛന്മാർക്കും അമ്മമാർക്കും പ്രായമായി അവർക്കെല്ലാം പെൻഷൻ. എന്നാൽ ഇപ്പുറയുണ്ടല്ലോ ഏറ്റവും പിന്നോക്കത്തിൽ നിൽക്കുന്ന പിന്നോക്ക വിഭാഗങ്ങളെ ഈഴവ സമുദായത്തിൽ ചാന്തിമാരുണ്ട്, ഇതുപോലെ വയസ്സുള്ളവർക്കുണ്ട്. അവർക്ക് ഒരു ആനുകൂല്യം ആരും എന്ത് തന്നു? ഇവിടെ സംഘടിത മതശക്തികൾ രാജ്യഭരണത്തിന് ഹൈജാക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷവും ഇതെല്ലാം വാങ്ങിച്ച ശേഷം അവരൊന്നായി നിന്ന് വോട്ട് ചെയ്ത് പിണറായിയെ തോൽപ്പിച്ചു എങ്കിൽ ഞാനാണ് ഉത്തരവാദി. അതിൻ്റെ ഉത്തരവാദിത്തം ഞാനാണ് എന്ന് വരുത്താമെന്ന് നിലയിൽ അവരിൽപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിണറായിക്ക് അബദ്ധം പറ്റിയത് ആ മലപ്പുറം പ്രസംഗത്തിൽ ഊക്ക് പോരാതെ വഴി നിൽക്കുന്നുണ്ട്. ആരാ? ഷംസീന പറഞ്ഞു. ഷംസീൻ ആരാണ്? കഴിഞ്ഞ നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ സ്പീക്കറാണ്. ആ സ്പീക്കർ പറയുന്നത് മലപ്പുറം പ്രസംഗത്തിൽ കാട്ടിൽ നിന്നുള്ള ഊക്ക് പോരാതിരുന്നു. അതായത് അവരുടെ ഭാഷയാണ് ഊക്കുന്നത്. അതായത് പ്രതിരോധമാണ്. അതായത് എന്നെ എതിർത്ത് പോരായിരുന്നു. അതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ഷംസീർ ആരാണ്? ഷംസീർ കമ്മ്യൂണിസ്റ്റ് മനസ്ഥിതിക്കാരനാണോ അതോ ലീഗ് മനസ്ഥിതിക്കാരനാണോ? ഷംസീർ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനല്ല, ലീഗുകാരനാണ്. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇടതുപക്ഷം ഇവിടെ 2 ടേം ഭരിച്ചില്ലേ? ഇപ്പോൾ 10 കൊല്ലം ഭരിച്ചില്ലേ ഇവിടെ പിണറായി? ഈ പിണറായി 2 ടേം ഭരിച്ചപ്പോൾ ആ തണലിൽ ശീതളച്ചാലയിൽ ഇവിടെയുള്ള കുറേ സഹാക്കന്മാർ ഒരുപാട് ശ്രമിച്ചപ്പോൾ 3-ാം തവണ കിട്ടാതെ പോയി എങ്കിൽ അത് മലപ്പുറം പ്രസംഗത്തിൽ എതിർക്കാത്തതുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് പണിയാഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിണറായിക്കിട്ട് ഇൻഡയറക്റ്റായിട്ട് പണിവെക്കുകയാണ്. കാരണം ഷംസീറിന് ഇത്തവണ സീറ്റ് കിട്ടിയില്ലല്ലോ. സ്പീക്കർ ആയിരുന്നുവെങ്കിലും ഇത്തവണ മത്സരിക്കാൻ നേരത്ത് സീറ്റ് കിട്ടില്ല. ഇങ്ങനെ ഓരോ വിരോധമെല്ലാം പിണറായി മനസ്സിൽ വെച്ചുകൊണ്ട് പിണറായിക്കിട്ട് പണിവെക്കുകയാണ് ഇന്ന് ഈ പാർട്ടിയിലെ പല ആളുടെ പണി. അതിനെ ബലിയാടാക്കാൻ കണ്ടിരിക്കുന്നത് മലപ്പുറം പ്രസംഗവും വെള്ളാപ്പള്ളി നടേശനുമാണ്. ഞാനെന്ത് ചെയ്തു? ഞാനും സത്യമല്ലേ പറഞ്ഞുള്ളൂ. മാത്രമല്ല, ഈ ഇന്ത്യ എന്നല്ല കേരളം ഉണ്ടായിട്ട് ഇടതുപക്ഷത്തിനല്ലാതെ നാളെ വരെ തുടർ ഭരണം 10 കൊല്ലം കിട്ടിയത് പിണറായിക്കല്ലാതെ വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? ആ ഗുണങ്ങളെല്ലാം ഇവർ അനുഭവിച്ചില്ലേ? ഗുണങ്ങൾ അനുഭവിച്ചപ്പോൾ ഇവരുടെ എല്ലാം പറഞ്ഞ് കുറേ ധിക്കാരങ്ങളും തോന്നിവാസങ്ങളും തൻ്റെ ഞാനെന്ന ഭാവവും ഒക്കെ എന്തെല്ലാം കാണിച്ചു എന്ന് സ്വയം പരിശോധന നടത്തും. ആർ ശങ്കറായിരുന്നു. ആർ ശങ്കർ താഴെ ഇറക്കിയത് ആരാണ്? ഇവിടുത്തെ വർഗീയ ശക്തികൾ തന്നെയല്ലേ. ഗരിയമ്മ ചോദ്യം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ആര്? അച്യുതാനന്ദൻ ജാതി പറഞ്ഞ് ആക്ഷേപിച്ച ആര്? ഈഴവൻ എന്നിവിടെ ഉയരത്തി വന്നിട്ടുണ്ടോ അവരെല്ലാം നേർസ്ഥാനത്ത് നിന്ന് ആട്ടിയും വെട്ടി നിരത്തിയിട്ടുള്ള പാരമ്പര്യമാണ് ഇവിടെയുള്ളത്. ഞാൻ പിണറായി ഒരു ഈഴവനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇരുന്നതിന് ഞാൻ എതിർത്തിട്ടില്ല. ഈഴവനായ ഞാൻ അദ്ദേഹത്തെ എതിർത്താൽ ഈഴവ സമുദായം എന്നെ മൊത്തം ആട്ടി ഓടിക്കല്ലേ? ഇത് 100 കൊല്ലത്തിനുള്ളിൽ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരു ഈഴവൻ ഈ കേരളത്തിൽ ഉണ്ടാകുമോ? ഇടതിലുണ്ടാകലും വലതിലുണ്ടാകലും ഒരു സ്ഥലത്തും ഉണ്ടാകില്ല. ഈ ഒരു സത്യാവസ്ഥ നിങ്ങളെല്ലാം മനസ്സിലാക്കാനും ഞാൻ പറയുന്നതിൻ്റെ പലപ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ആ തെറ്റിദ്ധാരണകളെല്ലാം കുറേ മാറാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിവുള്ളവരായി തിരിച്ചറിവുള്ളവരായി നിങ്ങൾ മുമ്പോട്ട് പോകാനും തുടർന്നും വരുന്ന ഏത് ശക്തിയെയും തൻ്റെ ഇടത്തോട് ധൈര്യത്തോടുകൂടി നേരിടുവാനുള്ള ഊർജം സമാഹരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള സംഘടിത ശക്തിയായി നിങ്ങളെല്ലാം സമുദായത്തിന് പിൻബലം നൽകിക്കൊണ്ട് സമുദായ വഞ്ചകരായി വരുന്നവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ശക്തി സമാഹരിച്ച്
മുമ്പോട്ട് പോകണമെന്ന അപേക്ഷയോടും കൂടിയും